ഇപ്പോൾ ടൈം രാവിലെ 7 മണി കേട്ടോ. കസ്റ്റമർ വന്നുള്ളത് കൊടുവള്ളി കാന്തപുരത്തു നിന്നാണ്. നമ്മൾ ഒരു മാസം മുന്നേ അവർക്കൊരു ഇന്നോവ കൊടുത്തിരുന്നു, മാനുവൽ ഇന്നോവ കൊടുത്തിരുന്നു കേട്ടോ. അവർക്ക് എയർപോർട്ടിലെ ഡെലിവറി കൊടുത്തുന്നത് ഇർഷാദ് പ്രവാസി സുഹൃത്ത് അവിടുന്ന് തന്നെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഏകദേശം എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക് അവിടെ ഓടിച്ച് ശീലമായതുകൊണ്ട് അവർക്ക് മാനുവൽ മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് ആക്കി തരുമെന്ന് വന്ന ഉടനെ തന്നെ ഒരു കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ ഇർഷാദ് വിളിച്ചിട്ടുണ്ട്, ആശിംക എനിക്ക് ഓട്ടോമാറ്റിക് അവിടെ ഓടിച്ച് ശീലമായിട്ട് നമുക്ക് മാനുവൽ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് മാറ്റിത്തരാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ച്. അതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരിട്ട് ഇവിടെ വരി, നേരിട്ട് വന്ന് കണ്ടോളി. ഓട്ടോമാറ്റിക് 1-2 വാഹനങ്ങൾ റെയറാണ്, 1-2 വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്കുള്ളൂ, അത് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മാറ്റാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അവർ വന്ന് വാഹനം കണ്ട് 1-2 വർക്കുകളൊക്കെ എക്സ്ട്രാ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇന്ന് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു 2-3-4 മാസമായിട്ട് ഇർഷാദ് നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, നിരന്തരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നടത്തിയ ഡീലിങ് എങ്ങനെയുണ്ട്, നമ്മൾ PC കാർ സ്പോട്ടിൽ വന്നിട്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടെന്നല്ലേ ജസ്റ്റ് അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ നമുക്ക്. അപ്പം ഇർഷാദും ഫ്രണ്ട്സും ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും രാവിലെ ഒരു 6:30 മണിക്ക് ഇവിടെ PC കാർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ എയർപോർട്ടിൽ ഇർഷാദിന് ഡെലിവറി കൊടുത്തിരുന്നു. അന്ന് പ്രവാസി ലോകത്തുനിന്ന് തന്നെ എനിക്ക് ഏകദേശം എമൗണ്ടും കാര്യങ്ങളും ഇതിൻ്റെ മുന്നത്തെ ഒരു വാഹനത്തിന് ഏകദേശം 3/4 ഭാഗം എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്ന് സെറ്റിൽ ചെയ്തിരുന്നു. നമ്മളെ PC കാർ സ്പോട്ടിനായിട്ട് അത്രത്തോളം ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇർഷാദ് ആ വാഹനം എടുത്തിട്ട് ഇപ്പോൾ എനിക്കൊണ്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി അല്ലേ, ഒരു മാസത്തിൻ്റെ മുകളിലായി. പിന്നെ ഇവിടെ എത്തിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഇർഷാദ്. വാഹനമൊക്കെ ഓക്കെയാണ്, അന്ന് തന്നെ വാഹനമൊക്കെ കണ്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആശിംക നമുക്ക് ആ വാഹനം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ ചോദിച്ചു. എന്താ പ്രശ്നം ചോദിച്ചു. അപ്പം മാനുവലിൽ നിന്നൊരു പ്രശ്നം എന്നോട് ഫസ്റ്റ് പറഞ്ഞു കേട്ടോ. ഓട്ടോമാറ്റിക് ഗൾഫിൽ ഉപയോഗിച്ച് കണ്ടില്ല, പിന്നെ ഇവിടെ വന്നിട്ട് മാനുവൽ അത്രത്തോളം റഷാണ് ഇപ്പോൾ റോഡുകളൊക്കെ. അപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം കണ്ട് വരി, ഒരു ദിവസം വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ശരിക്കും റയറാണ് ഇവിടെ. അതിൻ്റെ ഇടയിലൊരു വാഹനം ഉണ്ടായിരുന്നു, അത് തീർച്ചയായും നോക്കി വന്ന അതേ കണ്ടീഷനിലാണ് വാഹനം കണ്ടത്. കുറച്ച് 1-2 സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇന്ന് ഇർഷാദിന് രാവിലെ ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ കട്ടക്ക് നിൽക്കണ 3-4 ഫ്രണ്ട്സ്, അന്ന് 5 ആൾ വന്നിരുന്നു അല്ലേ. കട്ടക്ക് എന്തൊരു കൂടെ ഉണ്ടാവണം, 5 പേരിൽ 4 ആൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്, ഡെലിവറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇർഷാനോട് നമ്മൾ ചോദിച്ചു നോക്കാം. ശരിക്കും ഇർഷാനായിട്ട് നമ്മളൊരു 4 മാസമായിട്ട് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഫോണിലായാലും നേരിട്ട് 1-2 പ്രാവശ്യം PC കാർ സ്പോട്ടിൽ വന്നും ചെയ്ത്. എങ്ങനെയുണ്ട് ഇർഷാ നമ്മളെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് PC കാർ സ്പോട്ടിനെ പറ്റി പറയല്ലേ? ഡീലിങ്സ് ഒക്കെ പക്കയാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തീർച്ചയായിട്ടും ഈ വാഹനം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ തന്നെ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ട് എന്തുണ്ടെങ്കിലും നിങ്ങളെ കൂടെ PC കാർ സ്പോട്ട് ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വാഹനം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊന്നും തന്നെ. തീർച്ചയായിട്ടും നേരെ ഓട്ടോമാറ്റിക് Z ഓപ്ഷനാണ് ഇപ്പം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഹാപ്പിയാണ്. അപ്പോൾ കട്ടക്ക് നിൽക്കുന്ന 4 അടിപൊളി സുഹൃത്തുക്കളുണ്ട്. ഈ ഒരു ബന്ധങ്ങൾ വരിക്കോളം മുന്നോട്ട് പോകട്ടെ നല്ല പ്രാർത്ഥന നമ്മൾ ഉള്ളിലുണ്ട്. പിന്നെ നിങ്ങളെ പേര് ഫാസിൽ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ? നല്ല സർവീസാണ്, പക്കയാണ്, വിശ്വസിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആ ഒരു നിലനിൽപ്പൊന്നും നിലനിൽക്കട്ടെ. ഇത് നമ്മളെ ഹിജാസ്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മുടെ PC കാർ സ്പോട്ട് ഈ ഡീലിങ്സ് വളരെ ക്ലിയർ ആണ്. നമുക്ക് നമ്മളെ ഫസ്റ്റ് നമുക്ക് വണ്ടി കാണിച്ചു തരുന്നതിൽ തന്നെ കുറേ കാര്യങ്ങൾ തന്നെ ആശിംക പറയുന്നുണ്ട്. ഇതിന്റെ ലൈനപ്പ്, അതേപോലെ വാറന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പക്ക നമ്മളെ കൂടെ സപ്പോർട്ട് ആക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ എടുക്കുന്ന വണ്ടിയാണെങ്കിലും മുമ്പ് എടുക്കുന്ന വണ്ടിയാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഹിസ്റ്ററി കറക്റ്റ് ഉണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളി, ചെക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു ഡീലിംഗ് നമുക്ക് PC കാറുമായിട്ട് ചെയ്യാൻ പറ്റി. ആശിംക, സ്പെഷ്യലി ആശിംക. പ്രവാസി എന്നലെത്തി കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഒന്നുമില്ല. ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇർഷാന് ഇന്നലെ രാത്രി കൊടുക്കണ്ടായിരുന്നു ഈ വാഹനം ശരിക്ക്. അപ്പോൾ രാത്രി ഇർഷാന് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ 6:30 മണിക്ക് PC കാർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഇർഷാദെ. ഈ ഒരു ബന്ധങ്ങൾ ഇതേപോലെ മുന്നോട്ട് പോട്ടെ. നമുക്ക് വണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, വേറെയും വണ്ടി എടുക്കാനോ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാനേ. തീർച്ചയായിട്ടും ഓക്കെ എല്ലാ ഫ്രണ്ട്സിനെയും ഇങ്ങോട്ട് പറയാം. തീർച്ചയായിട്ടും ഓക്കെ.